വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പൂജപ്പുര ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. UTB ബ്ലോക്കിലെ ശുചിമുറിയിലാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അഫാന്റെ നില ഗുരുതരമായി തുടരുകയാണ്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ലെന്ന് ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് റിപ്പോർട്ട് നൽകി. അവൻ ചെയ്തതിന്റെ ഫലം അവൻ അനുഭവിക്കട്ടെ എന്നാണ് ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ചുള്ള അഫാന്റെ പിതാവിന്റെ പ്രതികരണം. ഇന്ന് രാവിലെ 11:30യോടെയാണ് ആത്മഹത്യാശ്രമം. ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അഫാൻ ശുചിമുറിയിൽ തൂങ്ങിയത് കണ്ടത്. ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ സമയത്താണ് ആത്മഹത്യാശ്രമം. തടവുകാർക്കായി ആഴ്ചയിൽ ഒരിക്കൽ TV കാണാൻ സമയം നൽകുന്ന പതിവുണ്ട് ജയിലിൽ. ഈ സമയം പുറത്തുണക്കാനിട്ടിരുന്ന മുണ്ട് കൈക്കലാക്കിയാണ് ശുചിമുറിയിൽ കയറി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നിർവികാരമായിട്ടായിരുന്നു സംഭവത്തിൽ അഫാന്റെ പിതാവ് റഹീം പ്രതികരിച്ചത്. അവൻ ചെയ്തതിൻ്റെ ഫലം അവൻ അനുഭവിക്കട്ടെ. എനിക്ക് വേറെ ഒന്നും അവനെ കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല. എന്താണ് അവൻ ചെയ്തതെന്ന് അവൻ നല്ല വ്യക്തമായിട്ട് അറിയാലോ. അതിൻ്റെ ഫലം അവൻ അനുഭവിക്കട്ടെ. ഉദ്യോഗസ്ഥരുടെ സമയോചിത ഇടപെടൽ കാരണമാണ് ജീവൻ രക്ഷിക്കാനായതെന്നും ആർക്കും വീഴ്ച ഉണ്ടായിട്ടില്ലെന്നുമാണ് ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് നൽകിയ റിപ്പോർട്ട്. സഹോദരനും കാമുകിയുമടക്കം 5 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതിയായ അഫാൻ നിലവിൽ പൂജപ്പുര ജയിലിൽ വിചാരണ തടവുകാരനാണ്. 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫാന്റേത് അസാധാരണമായ പെരുമാറ്റമെന്നായിരുന്നു കൊലപാതകത്തിന് ശേഷം അഫാനോട് സംസാരിച്ച പോലീസിന്റെയും പരിശോധിച്ച ഡോക്ടർമാരുടെയും വിലയിരുത്തൽ. 24 തിരുവനന്തപുരം.